കെ സിനിമാ വിഷയത്തിൽ എന്തുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിക്കാനാകില്ലെന്ന് വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി സെൻസർ ബോർഡിനോട് നിർദ്ദേശം നൽകി. ഭാരതത്തിൽ ഒട്ടുമിക്ക പേരുകളും ഏറെക്കുറെ ദൈവത്തിൻ്റെ പേരുകൾക്ക് സമാനമാണ്. ഹർജിയിലെ നടപടികൾ അനന്തമായി നീട്ടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ഇപ്പം ചേരുന്നു. രേഷ്മ, എന്താണ് കോടതി പറഞ്ഞത്? കൃഷ്ണരാജ്, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനാനുമതി വൈകുന്നതിലാണ് ഇപ്പോൾ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിച്ച സമയത്ത് നിരവധി ചോദ്യങ്ങൾ സെൻസർ ബോർഡിനോട് ഉന്നയിച്ചത്. ജാനകി എന്നുള്ള പേര് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു ചോദ്യം. അതിന് സെൻസർ ബോർഡ് നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള അവഹേളനം അടക്കം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു. ഹർജിക്കാരനും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇത്തരമൊരു മതപരമായിട്ട് അവഹേളനം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പേര് മാറ്റണമെന്നുള്ളൊരു ആവശ്യമാണ് സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നായിരുന്നു നിർമ്മാണ കമ്പനിക്ക് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഹൈക്കോടതി ചോദിച്ചത് എന്തർത്ഥത്തിലാണ് ഇത് മതപരമായിട്ടുള്ള അവഹേളനമായിട്ട് മാറുന്നത്? ഭാരതത്തിൽ ഒട്ടുമിക്ക പേരുകളും ഏതെങ്കിലുമൊക്കെ മതത്തിലെ ദൈവങ്ങളുടെ പേരുകൾ തന്നെയാണ്. ജാനകി എന്നുള്ള പേരിനെ എങ്ങനെയാണ് അവഹേളനം എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കുക എന്നുള്ളതാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തന്നെ സെൻസർ ബോർഡ് എന്തുകൊണ്ടാണ് ഈ ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അതിൽ വ്യക്തത വരുത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ബോർഡിന് ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് വരുന്ന ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹർജിയിലെ തുടർ നടപടികൾ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. സെൻസർ ബോർഡ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകണമെന്നും ഹൈക്കോടതി നിലപാടെന്നുള്ള രീതിയിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജാനകി എന്നുള്ള പേര് അത് മതപരമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മറ്റു പല സിനിമകളിലും ഇത്തരത്തിൽ പേരുപയോഗിച്ചിട്ടുണ്ട്. ഹർജിക്കാരൻ പറഞ്ഞത് ഒരു റേപ്പ് വിക്ടിമായിട്ടുള്ള വ്യക്തിയുടെ പേരാണ് ഈ സിനിമയിൽ ജാനകി എന്ന് ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ ഉടനീളം ഈ പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി ഉന്നയിച്ച മറുപടി അല്ലെങ്കിൽ മറു ചോദ്യം എന്ന് പറയുന്നത് റേപ്പ് വിക്ടിം ആണല്ലോ, റേപ്പിസ്റ്റ് ഒന്നും അല്ലല്ലോ എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ മറു ചോദ്യം. അതോടൊപ്പം തന്നെ ഈ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് എന്തുകൊണ്ടാണ് പറയുന്നത്, അത് വ്യക്തത വരുത്താനായിട്ടാണ് ഇപ്പോൾ നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ മുഴുവൻ കാണണമെന്നുള്ള ഒരു അപേക്ഷ ഹൈക്കോടതിയിൽ ഹർജിക്കാരൻ മുന്നോട്ട് വെച്ചെങ്കിലും ഹൈക്കോടതി അത് നിരസിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിക്കാനാവില്ലെന്ന് കോടതിയുടെ ചോദ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.